നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കനത്ത സംഘർഷങ്ങൾക്കിടയിലും മേഖലയിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ജോർദാനിലും യുഎഇയിലും സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധ ശൃംഖലകളിലെ റഡാർ സംവിധാനങ്ങളെ തകർക്കാനാണ് പ്രധാനമായും ശ്രമം നടന്നിരിക്കുന്നതെന്നാണ് പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ സഹായിക്കുന്ന താഡ് പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായ റഡാർ കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. ശത്രുക്കളുടെ മിസൈലുകളെ നേരത്തെ തിരിച്ചറിയാനുള്ള ശേഷി കുറയ്ക്കുകയാ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. ജോർദാനിലെ മുവാഫാഖ് സാൽത്തി വ്യോമതാവളത്തിലാണ് ഏറ്റവും വ്യക്തമായ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വിന്യസിച്ചിരുന്ന അമേരിക്കയുടെ താഡ് മിസൈൽ ബാറ്ററിയുടെ റഡാർ കേന്ദ്രത്തിന് സമീപം രണ്ട് വലിയ ഗർത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 13 അടി വീതിയുള്ള ഈ ഗർത്തങ്ങൾ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ഒന്നിലധികം തവണ ആക്രമണം നടന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. മാർച്ച് 1-നും 2-നും ഇടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. ഫെബ്രുവരി പകുതി മുതൽ ഈ താവളത്തിൽ പ്രതിരോധ സംവിധാനം സജ്ജമാക്കിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്. യുഎഇയിലെ റുവൈസ്, സാദർ എന്നീ സൈനിക കേന്ദ്രങ്ങളിലും സമാനമായ ആക്രമണ ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 28-നും മാർച്ച് 1-നും ഇടയിൽ നടന്ന ഈ ആക്രമണങ്ങളിൽ 2 കേന്ദ്രങ്ങളിലായി ഏകദേശം 7ഓളം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ റഡാർ സംവിധാനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വാഹന ഷെഡുകളാണ് പ്രധാനമായും ആഘാതമേറ്റത്. ആക്രമണ സമയത്ത് റഡാർ ഉപകരണങ്ങൾ ഈ ഷെഡുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നുവോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗികമായ സ്ഥിരീകരണം എത്തിയിട്ടില്ല. അതേസമയം ഈ കേന്ദ്രങ്ങളിൽ 2016 മുതൽ തന്നെ താഡ് സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്നതായാണ് മുൻകാല ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഖത്തറിലെ ദഹയിലുള്ള അമേരിക്കൻ നിർമ്മിത മുന്നറിയിപ്പ് റഡാർ കേന്ദ്രത്തിനും നാശങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. മാർച്ച് 3-ന് പകർത്തിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത ഗവേഷകരാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അതേസമയം മേഖലയിൽ തങ്ങളുടെ സൈനിക ശേഷിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ പെന്റഗൺ തയ്യാറായിട്ടില്ല. ആക്രമണങ്ങളെ തുടർന്ന് യുഎഇയിലെ യുദ്ധവിമാനങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് സൈനിക താവളങ്ങളുടെ സംരക്ഷണത്തിനായി ഫ്രാൻസ് തങ്ങളുടെ റഫാൽ യുദ്ധവിമാനങ്ങളെ യുഎഇയുടെ ആകാശത്ത് വിന്യസിച്ചിട്ടുണ്ട്. മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കാര്യമായി കുറവുണ്ടായതാണ് യുഎഇ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് യുദ്ധം ഏതു തലത്തിൽ വരെ പോകുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം.